നോക്കുകൂലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു ഞാൻ പറയത്തില്ല. ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള ഹെഡ് റോഡ് വർക്കേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ 1984 കൊണ്ടുവരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് അന്ന് AK ആൻ്റണി സാറായിരുന്നു അന്ന് മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഈ ആക്ട് കൊണ്ടുവരുമ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലല്ല ലോകത്ത് പോലും ആദ്യമായിട്ടുള്ള ഒരു ആക്ട്, പിടിച്ചു പറയ ആക്ടിനെ ഞങ്ങൾ പറയാറുള്ളൂ ആ കാലത്ത്. ബിക്കോസ് ഇത് എക്സ്റ്റോർഷനാണ്. കഴിഞ്ഞാൽ എനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, എനിക്ക് സാധനം ഇറക്കാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് എൻ്റെ ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ഇറക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എടുത്ത് 84 കളഞ്ഞു. ആ റൈറ്റ് മാറ്റിയിട്ട് ഈ ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ ആക്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി, നമ്മുടെ റൈറ്റ് പോയി. അപ്പം ഇതൊരു എക്സ്റ്റോർഷൻ പോലെ റൈറ്റായി. കാര്യം അന്നത്തെ കാലത്ത് എന്ത് പറ്റി, ഇതിൻ്റെ ആക്ട് റിഫൈൻമെൻ്റ് ഇല്ലായിരുന്നു. കാര്യം ഇത് ഏത് രീതിയിലാണ് ഇത് ഇറക്കാൻ പറ്റുന്ന, എന്തൊക്കെയാണ് റേറ്റ് എങ്ങനെയാണൊക്കെ ഒന്നും ഒരു വ്യക്തതയില്ല. കാലാകാലങ്ങളിൽ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. എനിക്ക് TK രാമകൃഷ്ണൻ സാറ് ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് ഇത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഇത് നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഇത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായി ഇത് ന്യായമായിട്ടുള്ള കാര്യമല്ല. നോക്കുകൂലി എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ നോക്കുകൂലി വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RMC ലോറിക്കകത്ത് നമുക്ക് ഓരോ സൈറ്റിൽ സിമെൻറ്റ് വരുന്നു. അപ്പോൾ സിമെൻറ്റ് ഇപ്പോൾ വരാതെ വന്നപ്പം റെഡി മിക്സ് കോൺക്രീറ്റ് വരും. അപ്പോൾ റെഡി മിക്സ് കോൺക്രീറ്റ് വരുമ്പം പല സൈറ്റിലും സിമെൻറ്റിൻ്റെ അൺലോഡിങ് കിട്ടാത്തതുകൊണ്ട് ഇവർ ഇതിൽ നോക്കുകൂലിയായിട്ട് സിമെൻറ്റിൻ്റെ കണക്കാക്കി ആ ഒരു നോക്കുകൂലി വാങ്ങിക്കാറുണ്ട്. ലോറി ഡ്രൈവറിൻ്റെ അതിനോ അല്ലെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ അതിനോ അല്ലെങ്കിൽ മിക്ക സൈറ്റിൻ്റെ അതിനും വാങ്ങിക്കാറുണ്ട്. ഇതിപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുക, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നോക്കുകൂലിയുടെ ഒരു കാര്യം കേരളത്തിൻ്റെ പ്രതിച്ഛായ നന്നായി എഫക്റ്റ് ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇതൊരു ന്യൂസ് പോയത് കേരളത്തിൽ ഹെഡ് ലോഡ് വർക്കേഴ്സ് ആക്ട് ഒരു ഡിഫറൻറ്റ് ആക്ട് ആണെന്നും ഈ ആക്ട് പ്രകാരം നമുക്ക് ഒരു സാധനം അൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ടായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ അത് മാർക്സിസ്റ്റ് പാർട്ടിയോ INTUCയോ അല്ലെങ്കിൽ BMS ഒക്കെ നമ്മൾ ആരും അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. കാരണം ഇത് എല്ലാ യൂണിയനും കൂടെ ചേർന്നുള്ള ഒരു ആക്ടാണ്. അപ്പോൾ അവർക്കെല്ലാം ബാധകമാണ്. അപ്പോൾ ഇവരെല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അവരുടെ ബെനിഫിറ്റിന് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആക്ടിൻ്റെ ഒരു പ്രോബ്ലം വന്നത്, ഇത് പ്രശ്നം കൂടി വന്നപ്പം ചിലരൊക്കെ ഹൈക്കോടതി പോയി വിധി വാങ്ങിച്ചു. അവർക്ക് അൺലോഡ് ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിധി വാങ്ങിച്ചു. ചിലവരൊക്കെ അൺലോഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ അൺലോഡ് ചെയ്യാൻ പറ്റില്ല, ഇവർ തടയുമ്പം പിന്നെയും ഈ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ലോഡിങ് അൺലോഡിങ് ഇഷ്യൂസ് വന്നാൽ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ ലേബർ ഇഷ്യൂ. അപ്പോൾ ലേബറിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലേബർ ഓഫീസറാണ് ഇത് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ലേബർ ഓഫീസറിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, കാര്യം അദ്ദേഹത്തിൻ്റെ ലെവലിൽ ഇത് നിൽക്കത്തില്ല. അപ്പം പിന്നെ വന്ന് നമ്മൾ യൂണിയൻസായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ഇപ്പോൾ അടുത്ത കാലത്ത് വരെ ഇന്ന് ഞങ്ങളുടെ ഒരു ചർച്ച നടന്ന് അതിനകത്ത് രമ്യമായിട്ട് തീർന്ന ഒരു കാര്യമാണ് ചർച്ച ചെയ്തു. അപ്പോൾ യൂണിയൻസിനും മനസ്സിലായി ഇനി നമ്മളിങ്ങനെ പോയാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അകത്ത് ഇത് ബുദ്ധിമുട്ടാണ്. അപ്പം അൺലോഡിങ് വേണം. ഇപ്പോൾ എനിക്ക് അൺലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അപ്പോൾ എനിക്ക് ആളുമില്ലെങ്കിൽ എനിക്ക് ഇവരുടെ സേവനം എടുക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രശ്നം എവിടെയാണ്, നമ്മൾ ഈ റേറ്റ് അൺലോഡിങ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് എവറി 2 years 2 വർഷം കൂടുമ്പം ഇത് പുതുക്കാനായിട്ടുള്ള ചർച്ച പിന്നെയും വരും. അപ്പോൾ അവർ പറയും 30%, 40%, 30%, 40% ഒക്കെ പറയും. അവിടെ നിന്നാണ് ഡിസ്കഷൻ തുടങ്ങിയിട്ടാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ സംസ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം സർക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പള വർധന തന്നെ 5 വർഷം കൂടുമ്പോഴേ വരാറുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് 10 വർഷം. യൂണിയൻ്റെ കാര്യത്തിൽ വരുമ്പം എവറി 2 years. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഇത് മീറ്റിംഗ് ചോദിച്ചു, ഇത് 2 years എവിടെ എഴുതി വെച്ചിരിക്കുന്നു ചോദിച്ചു. അപ്പോൾ ബുക്ക് പറഞ്ഞ് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ആക്ടിൻ്റെ അകത്ത് വ്യക്തതയില്ല, 2 yearsലും റേറ്റ് പുതുക്കാനായിട്ടുള്ള വ്യക്തതയില്ല. പിന്നെ ഇവർ പറഞ്ഞത് നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാര്യം അതേപോലെ തുടരണമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തുടർന്ന് വരുന്നത് ഇപ്പോഴും നമ്മൾ സംസാരിച്ച് ഇപ്പോൾ അത് 3 വർഷമൊക്കെ 2.5-3 വർഷം വരെയൊക്കെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കേരള ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരത്ത് ഇറക്കുന്ന റേറ്റ് അല്ല കൊച്ചിയിൽ ഇറക്കുന്ന റേറ്റ്, കൊച്ചിയിൽ ഇറക്കുന്ന റേറ്റ് അല്ല കോഴിക്കോട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ്, പക്ഷേ ഇറക്കുന്ന മാൻ പവർ എല്ലാം ഒന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നത്, യൂണിഫോമിറ്റി ഓഫ് റേറ്റ് ഇല്ല ഒരു സ്ഥലത്തും. യൂണിഫോമിറ്റി അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം കത്ത് കൊടുത്തു. ഇപ്പോൾ ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ ബില്ലിൻ്റെ ഡിസ്കഷൻ ഈ വരുന്ന അസംബ്ലി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഈ റേറ്റ് ഈ നമ്മുടെ ഇവരുടെ കൊടുക്കുന്ന തൊഴിൽ റേറ്റ് 5 വർഷം കൂടുമ്പോൾ പുതുക്കുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന യൂണിഫോമിറ്റി കൊണ്ടുവരിക, എല്ലാ സ്ഥലത്തും ഒരേപോലെ. അപ്പോൾ വ്യക്തത വരിക. ഇപ്പോൾ നമ്മൾ ടൈൽസ് എന്ന് പറയുമ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽസ് ഏത് ചെറിയ ടൈലും ആവാം വലിയ ടൈലും ആവാം. പക്ഷേ ഇതിനൊരു കണക്കില്ലെങ്കിൽ അവർ ടൈലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാർബിളിൻ്റെ റേറ്റ് വാങ്ങിക്കും. അപ്പോൾ അതെല്ലാം വ്യക്തത വന്നിപ്പം. ഇപ്പം നമ്മളിവിടുത്തെ യൂണിയൻ CPMൻ്റെ
CIT യുടെ ലീഡറാണ് ഇതായിരിക്കുന്നത് സുന്ദരം പിള്ള. അദ്ദേഹത്തിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ കുറേ അടുത്ത കാലത്ത് നന്നായി ഞങ്ങൾ ചർച്ച ചെയ്ത് ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരി.